ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് നോർമൽ വീക്കെൻഡ് ഷോപ്പിങ്ങിന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു കുറേ നാളായി പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട്, എന്നാൽ പിന്നെ ഇന്ന് പോയാലോ. അങ്ങനെ നമ്മൾ ഫൗണ്ടെയിൻ ഗേറ്റിലെത്തി. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ട അതേ സെയിം മോൾ തന്നെയാണ്. സോ ഇവിടെയുള്ള അതേ കാണുന്ന ഗാമി കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇവിടെ ഗാമി ചിക്കൻ ആൻഡ് ബിയർ എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് പോകുന്നത്. സോ ഇതൊരു തായ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അവർ മെനു ഒക്കെ കൊണ്ടു തന്നു, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നിനും പേരറിയില്ല. അപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തു. സോ അതിൽ എന്താണ് ടേസ്റ്റ് എന്നോ ഒന്നുമില്ല, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ്. സോ അങ്ങനെ നമ്മുടെ ടേബിൾ നമ്പർ 18ലേക്ക് നമ്മുടെ ചിപ്സ് വന്നു, അതിൻ്റെ പുറകെ ഫ്രൈഡ് റൈസ് വന്നു, അതിൻ്റെ മുകളിലൊരു മുട്ടയുണ്ടായിരുന്നു, പിന്നെ നമുക്കൊരു ചിക്കൻ ഫ്രൈയും വന്നു, പിന്നെ ബാർബിക്യൂ വന്നു, ലെമണേഡ് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിച്ചു എന്തുകൊണ്ട് മൂവി കാണാൻ പോയിക്കൂടാ. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിലെടുത്ത തീരുമാനമാണ്. പക്ഷേ ടിക്കറ്റ് കിട്ടിയത് കോർണർ സീറ്റായിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോർണർ സീറ്റിലിരുന്ന് മൂവി കാണുന്നത്, അതും നമ്മുടെ മമ്മൂട്ടിയുടെ പടം. എന്താണ് കളങ്കാവൽ. എന്നിട്ട് പിന്നെ ആ പടം കണ്ടു. പക്ഷേ എനിക്കത്ര വലിയ ഇത് തോന്നിയില്ല, ഫ്രഷ്നെസ് തോന്നിയില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു ഹിന്ദി മൂവി ഭാഗ്വത് ചാപ്റ്റർ 1 രാക്ഷസ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു മാസം കണ്ടിരുന്നു. എനിക്ക് സെയിം ത്രെഡ് ലൈൻ തന്നെയാണ് ഇതിനും തോന്നിയത്. സോ അതുകൊണ്ട് എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി വന്നില്ല. എനിക്കറിയില്ല, മൂവി കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. മമ്മൂക്ക ഒന്ന് വെറൈറ്റി പിടിച്ചു. ബട്ട് ഓൾ ടുഗെദർ മൂവി നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ബായ്.